ഗുഡ് മോർണിംഗ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ചില ഭക്ഷണം നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് അതിൻ്റെ രുചി കൊണ്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാർ, ചില ഓർമ്മകൾ കൂടെ കൊണ്ടാണ്. ഇന്ന് ഈ ഇലയട ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, പണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഓട്ടടയാണ്. അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇന്നുവരെ ഞങ്ങൾ മക്കളോട് അമ്മ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലേ. ഭക്ഷണമായിരുന്നു അമ്മയുടെ ലവ് ലാംഗ്വേജ്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് നല്ല സാമ്പാറിൻ്റെ, കടലക്കറിയുടെ, അമ്മയുടെ ഫേമസ് പീസ് കറിയുടെയൊക്കെ മണം വരും. അതുകൊണ്ടാവും ഇന്നും സ്കിപ്പ് ചെയ്യാനാവാത്ത ഒരു മീൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെയാണ് 4 മണി പലഹാരവും. പകൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാലും 4 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണോയെന്നറിയില്ല, സ്കൂളിലും കോളേജിലും ക്ലാസ് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നിൽക്കാറുണ്ടായിരുന്നില്ല. ഓട്ടമാണ്, തിരക്കാണ് വീട്ടിലേക്കെത്താൻ. എൻ്റെ ഈ അടക്കൊതിക്ക് പിന്നിൽ വേറെ 2 ഉത്തരവാദികൾ അമ്മച്ചിയും ചിറ്റയാണ്. വയ്യെങ്കിലും അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കും, മോനെ വായോ, അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം വേറെ എന്തൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിലും അടയാണ് മെയിൻ ആഹാരം. ചിറ്റ നല്ല ചായ ഇടും. ചായയും ഇലയുടെയും ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കും. പിന്നെ വർത്തമാനമാണ്. ഒരു 4 മണി പലഹാരം കഴിച്ചു തീർക്കാൻ 1-2 മണിക്കൂറെടുത്ത ചരിത്രമുണ്ട്. കഥകൾ പറഞ്ഞ്, ചിറ്റയുടെ കഥകൾ കേട്ട് അങ്ങനെ ഇരിക്കും. At that time, I didn't know I was making some precious memories with them. Here I am, trying to recreate those small little happy things in life with my little ones. With love, Neetu Madaraj. Please do like, share and subscribe for more. Thank you.